ചിലര് പറയുന്ന പറഞ്ഞാല് പേരെന്തൊരു കമ്പ് ഒടിച്ച് ഇതിനകത്തൊരു കുത്തി വെച്ച് നമ്മള് തന്നെയാണ്. പക്ഷെ അതൊന്നും അല്ലതാ, വേരുള്ള നല്ല നല്ല രസം, വേരുള്ള നല്ല അടിപൊളി പേരയാണ്. വേരൊക്കെ ഉള്ള എന്ന് വെച്ചാൽ ലെയർ ചെയ്യുമ്പോ തന്നെ അറിയാലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള 8ാം ക്ലാസ്സോ 7ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള വലിയ കവറിലോട്ട് നിറയ്ക്കുകയാണ്. വലിയ കവറിലോട്ട് നിറച്ച് വെക്കുന്നതാണ് നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. കാരണം അതിനകത്ത് ഈ പോട്ടിംഗ് മിക്സറിനകത്ത് എന്തൊക്കെയാണ് അതിനകത്ത് ചേരുന്നതായെന്ന് പറയാമോ? ഇതിനകത്ത് ചേരുന്ന ചകിരിച്ചോറ്, ചാണകം, നല്ല മണ്ണ്, എല്ലുപൊടി, വേപ്പ മണ്ണാക്ക്, പിന്നെ ഇത്തിരി സീഡോമോണസും കൂടി ചേർത്ത മണ്ണായി കിടക്കുന്നത്. വളം കൂട്ടിയ മണ്ണെന്ന് സാരം അല്ലേ? നല്ല വളം, സ്പെഷ്യൽ ജൈവ വളക്കൂട്ടുണ്ട്, അതും കൂടെ ചേർത്ത് സെറ്റ് ആക്കിയിട്ടാണ് ഇതിപ്പം നിറയ്ക്കുന്നത്. സുന്ദരമായ പേരക്കഥ ജയിക്കാൻ വേണ്ടി പോവുക. നല്ല സുന്ദരമായ പേര മരത്തിന്റെ കഥ ഇല്ലേണ? അല്ല, ഹൈബ്രിഡ് വെറൈറ്റി പേരാണ്. ഇതേപോലെ നമുക്ക് കുറച്ച് പ്ലാന്റിന് ഓർഡർ കിട്ടി, ചെറിയ കവറിൽ നിന്ന് വലിയ കവറിനകത്തോട്ട് മാറി ഇത് കൊണ്ടു ചെന്ന് നമ്മൾ തറയിൽ 1 മാസം കഴിഞ്ഞിട്ട് കൊണ്ടുപോയി പറക്കി വെച്ചു കൊടുക്കും. തറയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ നമ്മളൊരു രീതി. ഇപ്പം കിട്ടിയേക്കുന്ന വർക്കിന്റെ രീതിയാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, അന്നേരം നമുക്ക് അതേപോലെ നമുക്ക് ഇതേപോലെ പ്ലാന്റ് ഇതേപോലെ നിറച്ച് കൊണ്ടുവന്നോണ്ടിരിക്കുക. നല്ല അടിപൊളിയായിട്ട് കുറെ പ്ലാന്റുകൾ ഇങ്ങനെ നിറച്ച് വലിയ കവറിൽ നിന്ന് ചെറിയ കവറിൽ നിന്ന് വലിയ കവറിലോട്ട് നിറച്ച് ഒന്ന് വേരാക്കി 1 മാസം കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടു ചെന്ന് തറയിൽ ഇതേപോലെ വെച്ചു കൊടുക്കും. അന്നേരം പ്ലാന്റ് ഇച്ചിരി കരുത്തോടുകൂടി വളർന്നു കിട്ടും. നമുക്ക് വിശ്വസിച്ച് പ്ലാന്റ് ഡാമേജ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ തന്നെ വളർത്തി സെറ്റാക്കി നമുക്ക് അവിടെ കൊണ്ടു ചെന്ന് കുഴിച്ചു വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഉദ്യമം. നമസ്കാരം, നമ്മൾ വീണ്ടും വന്നേക്കും കേട്ടോ. നല്ല സുന്ദരമായിട്ടുള്ള കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അണ്ണാ, ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒന്ന് പറയാണോ? നമ്മള് സ്റ്റാളിൽ കാണിച്ച പേരയാണിതേ, നമ്മളാ നിറച്ച് കാഴ്ച പേരല്ലേ? അതിന്റെ തയ്യാണ്. ഇതിന്റെ കായുണ്ട്, ഇതിനകത്ത് നല്ല കായുള്ളതാണ്. ചെറിയ കായ ഇവിടെ ഇപ്പോൾ കാണുന്നുണ്ട്. അത്രയും നല്ല ക്വാളിറ്റിയോടുകൂടി തന്നെയുള്ള നല്ല സുന്ദരമായ പേര മാറുന്നതാണ്. ലെയർ ചെയ്തിട്ട് എത്ര നാളായി കാണണത്? കൂടിപ്പോ ഒരു 3 മാസം. 3 മാസം കഴിഞ്ഞ പ്ലാന്റ് ചെടിയാണ് ഇത്. നമ്മളിവിടെ വന്നിട്ട് നമുക്കൊരു പ്ലാന്റ് എടുത്ത് കവർ മാറി നിന്ന് കാണിച്ചു തരാമോ? ഇതിപ്പോ ഒരു ചെറിയ കവറുള്ള പ്ലാന്റ് അല്ലേ? 2 ലിറ്റർ കവറാണ്. ഇതിന് താണ്ട് ഇതേപോലെ പുട്ട് പോലെ കളിക്കും. അതിന്റെ വേറൊന്ന് കാണിച്ചാ താണ്ടല്ലേ? നല്ല റൂട്ടായിട്ട് പതിയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നല്ല മെച്ചുറായിട്ടുള്ള പ്ലാന്റിനകത്ത് ഇതേപോലെ പതിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വേരൊക്കെ നല്ല ഉഷാറായിട്ട് ഇതേപോലെ കാണും കേട്ടാ. അടിപൊളി. എന്നിട്ട് അതിനെ വലിയ കവറിനകത്തോട്ട് ഇറക്കി വെക്കുവാണ്, കണ്ടില്ലേ? അതിനുശേഷം നല്ല വളം കൂട്ടിയ മണ്ണ്, നല്ല ഉഷാർ വളം കൂട്ടിയ മണ്ണൊക്കെ അങ്ങോട്ട് ഇട്ട് സെറ്റായിട്ട് കുറേശ്ശെ മണ്ണൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് മാക്സിമം മണ്ണ് ഇടണം കേട്ടാ. നിങ്ങൾ നിറയ്ക്കുമ്പോഴത്തേക്ക് ഇത് നിറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ മാക്സിമം മണ്ണ് ഇടാനായിട്ട് ശ്രമിക്കുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മണ്ണ് അതിനകത്ത് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം അഥവാ ഓസ് വഴിയൊക്കെ ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ 4 വശവും ചപ്പിളിച്ചങ്ങ് പോകും. ചപ്പിളിച്ചെന്ന് പറഞ്ഞാൽ എന്തോ ഉദ്ദേശിക്കുന്നത്, മടങ്ങി അങ്ങ് പോകും. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം മണ്ണിട്ട് നല്ല അടിപൊളിയെടുത്തു അത് നിറച്ച് വെച്ചേക്കുന്നുണ്ട്. ആ ഒരു ഫിനിഷിങ് കിട്ടണം. എന്ത് പണി ചെയ്താലും അതിന്റെ ഒരു എന്താ പറയാ, കാണാനൊരു ഗുമ്മ് വേണം അല്ലേണ? ഇത്രയും മണ്ണ് മതി കണ്ട. ഏകദേശം അത്രത്തോളം മണ്ണിട്ടെങ്കിൽ മാത്രമേ നല്ല അടിപൊളിയായിട്ട് പ്ലാന്റ് ആ ഒരു ലുക്ക് അങ്ങ് മാറും. ഇനിയിപ്പോ ഇതിനകത്ത് നല്ല ഉഷാറായിട്ട് ഇത് വളരും. കണ്ടില്ലേ? ഇത്രത്തോളം പ്ലാന്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് വെച്ചോണ്ടിരിക്കുകയായി കാണുന്നത്. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് ഏതാണ്? ഡ്രമ്മിനകത്തോട്ട് മാറ്റാൻ പറ്റും. ഇതിന്റെ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്. ഇതിന്റെ അടുത്ത സ്റ്റെപ്പിനകത്തോട്ട് വയ്ക്കും. അതാണ് നമ്മൾ അന്ന് അവിടെ കണ്ടത്. അത്രയും വലിയ പേര കാഴ്ചക്കുന്നത് കണ്ടില്ലേ? അത് അതേപോലെ നിറച്ച് സെറ്റാക്കുന്നത്. ഒരെണ്ണോടെ കവർ നിറയുന്നത് കാണിച്ചു തരാം. നല്ല ആദ്യമേ കുറെ മണ്ണിടുക, വളം കൂട്ടിയ മണ്ണ് ഇട്ടതിന് ശേഷം പിന്നെ പറഞ്ഞോണ പ്ലാന്റ് എടുക്കുന്നു, അത് കീറുന്നു. അപ്പൊ അത് കീറാതെ ഇളക്കി നമുക്ക് അത് റീയൂസ് ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക് മാക്സിമം റീയൂസ് ചെയ്യാം. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ. അതും നല്ല അടിപൊളി, നല്ല ക്വാളിറ്റി. ലെയറിങ്, ഏരിയൽ ലെയറിങ്, അതേപോലെ തന്നെ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ലെയറിങ്ങും ഒക്കെ നമ്മളന്ന് പഠിച്ചിട്ടുള്ളതാ അല്ലേ? അതിനുശേഷം നമ്മൾ പ്രാബല്യം എന്ന് പറയാം, നമ്മളത് വീണ്ടും യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ കണ്ടില്ലേ ബയ്യ വന്നിട്ടുണ്ട്. ബയ്യ അതിനകത്ത് ഉസ്താദാ. കവർ നിറയ്ക്കാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയ്യ പറന്നിറക്കും. ഒരു ദിവസം ഒരു 400 ഭയ്യാ 400 നടക്കത്തില്ലേ? പിന്നെ അല്ല, കണ്ടില്ലേ ഭയ്യയുടെ ചിരിയൊക്കെ ആ നിഷ്കളങ്കമായ ചിരിക്ക് കൊടുക്കണം കായ് ഇല്ലേ? ഓക്കെ, അതേപോലെ നല്ല ഉണക്ക ചാണകപ്പൊടിയൊക്കെ നല്ല ഉണക്ക ചാണകപ്പൊടിയാണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് ആ വേരൊക്കെ അങ്ങോട്ട് പിടിച്ച് സെറ്റായിട്ട് നമുക്ക് അടുത്ത കൊല്ലം മുതൽ നല്ല അടിപൊളിയായിട്ട് പേരൊക്കെ പറിച്ച് കഴിക്കാൻ പറ്റും. ഓക്കെ, അന്നേരം സമയം പോലെ ഒരുപാട് വലിയ പ്ലാന്റ് ഒന്നും മേടിച്ച് വെച്ചില്ലെങ്കിലും 1, 2, 3 തൈയെങ്കിലും ഒക്കെ മേടിച്ച് വെക്കാനായിട്ട്. കണ്ടില്ലേ ഇപ്പോഴത്തെ ഉഷ്ണവും അതേപോലെ തന്നെ ഉഷ്ണവും മഴയൊന്നും ഇല്ല. കുറെ ചെടിയൊക്കെ മേടിച്ച് പോയി, നല്ല പഴത്തൈകളൊക്കെ മേടിച്ച് പോയി, ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ മേടിച്ച് പോയി, അടിപൊളിയായിരിക്കും.